ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ പുതിയ എപ്പിസോഡിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യാമ്മ വന്ന് ആ ഒരു ടൈമിലുണ്ടായിരുന്നല്ലോ, ശാലിനി ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗത്തോട്ട് ശാലിനിക്ക് നേരെ റൈസ് ആകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ശാലിനിയോട് പറയുകയാണ്, എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ ഹോട്ടൽ ഉൾപ്പെടെ നിന്നെ മൊത്തം കൂടെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കുക എന്നൊക്കെയുള്ള രീതി ശാലിനിക്ക് നേരെ സത്യാമ്മ ഭയങ്കര ദേഷ്യത്തിൽ വരുവാണ്. അപ്പം രോഹിത് പറയാൻ, എന്താ സത്യാമ്മ അങ്ങനെ മിണ്ടായിരിക്കാൻ പറയുമ്പോഴേക്കും നീ മിണ്ടരുതെന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ നേരെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുക. ശാലിനിയാണെങ്കിൽ വിഷമിച്ച് കരഞ്ഞ് നിൽക്കുന്നതല്ലാതെ ഒന്നും മറുത്ത് പറയുന്നില്ല. ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ് ശാലിനി. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരുവാണ്. ഡോക്ടറോട് പറയുകയാണ്, എനിക്ക് എൻ്റെ മോനെ കണ്ടേ വരത്തുള്ളൂ, ഞാൻ കയറി കാണുമെന്ന് പറഞ്ഞ് ദേഷ്യം വാശി പിടിക്കുകയാണ്. ഉടനെ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അകത്ത് കിടക്കുന്ന ആൾ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിന് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ സംഭവത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോവാണ്. ഉടനെ രോഹിത് വന്ന് സത്യാമ്മ സമാധാനപ്പെടുത്തുന്നുണ്ട്. സത്യാമ്മയെ അവർ നോക്കുകയല്ലേ എന്ന രീതിയിൽ പറയുകയാണ്. ബ്രോയ്ക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് രോഹിത് പറയുകയാണ്. അപ്പോഴേക്കും സത്യാമ്മ നേരെ ശാലിനി എടുത്തോട്ട് ചെല്ലുവാണ്. തൃപ്തിയായോടി നിനക്കെന്ന് ചോദിച്ചു ശാലിനിയുടെ നേരെ ചെല്ലുവാണ്. നീ ഇവിടെ എന്ത് കാണാൻ നിൽക്കുക, എൻ്റെ കുഞ്ഞിൻ്റെ ബാക്കി ജീവനോട് എടുക്കാനത് എൻ്റെ കുഞ്ഞിന് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടി എന്ന് പറഞ്ഞിട്ടങ്ങ് ശാലിനിയുടെ നേരെ അങ്ങ് ചെല്ലുവാണ്. പിന്നീട് കാണിക്കുക, ചന്ദ്രബോസും മധുശ്രീയെ വിളിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ മധുശ്രീയോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മധുശ്രീ പറയുകയാണ്, എന്താ അവൻ ചത്തോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും അവൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം പൊതിച്ച് ശരീരത്തോടു കൂടി വെളിയിലോട്ട് പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മധുശ്രീക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാണ്. മധുശ്രീ ചോദിക്കുകയാണ്, അവൻ്റെ കണ്ണീർ നായിക, അവൻ്റെ ചങ്കിൻ്റെ പാതി അവളവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശാലിനി അവിടെ എത്തിയിട്ടുണ്ടോ? അപ്പോൾ പറയും, ശാലിനി മാത്രമല്ല അവൻ്റെ അമ്മ സത്യാമ്മ എത്തിയിട്ടുണ്ട്, രണ്ടും കൂടെ തമ്മിൽ ചാകട്ടെ എന്ന് പറയുകയാണ്. ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണല്ലോ വിഷ്ണുവിന് ഇങ്ങനെ ഉണ്ടായത്, അതുകൊണ്ട് സത്യാമ്മ വെറുതെ ഇരിക്കത്തില്ല, ഏതായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം കൂടുതലായിട്ടുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. രണ്ടുപേരിൽ ഒരാളുടെ ബോഡി എന്തായാലും ഇന്ന് എടുക്കേണ്ടി വരും, അത് ശാലിനിയുടെ കൂടെ ആകുകയാണെങ്കിൽ വളരെ സന്തോഷം. അങ്ങനെയാണ് വിഷ്ണുവിനെ ശാലിനി ഒന്നിച്ചിട്ടങ്ങ് കത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. മധുശ്രീ പറയുകയാണ്, ചിറ്റപ്പൻ ഇത് പറയുന്നത് കേൾക്കും മനസ്സിനങ്ങ് ഭയങ്കരമായിട്ട് കുളിർമ തോന്നുകയാണ്. ഇനിയിപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ ആൾക്കാർ പറയും പ്രണയത്തിൻ്റെ സ്മാരകമാണ് അവളെന്നൊക്കെ. എന്നാലും സാരമില്ല, അവളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടുമല്ലോ. അവൾ കളക്ടറോടായപ്പോൾ നിലത്തൊന്നും അല്ലായിരുന്നു, എന്തായിരുന്നു അവിടെ അഹങ്കാരം, അവൾ പാനോളം അങ്ങ് ഉയരുമല്ലേ, ഉയർച്ചയുടെ ഏറ്റവും കൊടുമുടിയിൽ എത്തിയിട്ട് വേണം അവളെ തള്ളിയിടാൻ, എന്നാലേ ഉള്ളൂ ആ വീഴ്ചയ്ക്ക് ഒരു ആഘാതം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ മധുശ്രീ പറയുകയാണ്. എന്തായാലും എനിക്കിനി ഒരുപാട് ജോലികളുണ്ട്, ഒരു റീത്ത് വാങ്ങണം, കണ്ണീര് അഭിനയിച്ച് സത്യാമ്മ എടുത്ത് പോകണം, സത്യാമ്മയെ ആശ്വസിപ്പിക്കണം, ഇനി എന്തൊക്കെ പണികളുണ്ടെന്നൊക്കെയുള്ള രീതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. വിഷ്ണു മരിച്ചെന്നുള്ള രീതി തന്നെ ഉറപ്പിച്ചാണ് ഇവരങ്ങ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയണേ, എത്രയും വേഗം അവനെ മുകളിലോട്ട് എടുത്താൽ മതിയായിരുന്നു, അവിടെ നടക്കുന്ന സംഭവങ്ങൾ അപ്പം എന്നെ വിളിച്ച് പറയണമെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ചന്ദ്രബോസ് പറയാണ്, നിൻ്റെ ഈ ചിറ്റപ്പ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എനിക്ക് സുസ്മിതയാണ് ഓർമ്മ വരുന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും സുസ്മിതയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും, അവൾ അവിടെ ജയിലായാലും എവിടെ ആയാലും വീണ വിഷ്ണുലോകമായിട്ട് അവൾ അങ്ങ് അടിച്ചു പൊളിച്ച് തന്നെ നിൽക്കുക. കഴിഞ്ഞ ദിവസം ഒരു കേസുണ്ടായിരുന്നു, വനിതാ സൂപ്രണ്ടിൻ്റെ തലയടിച്ച് പൊട്ടിച്ച ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. സുസ്മിതയുടെ കാര്യം ഇനിയിപ്പോൾ എന്തായി, ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന്, അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇവിടെ എന്തെങ്കിലും നല്ല വാർത്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഫോൺ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടങ്ങ് ചന്ദ്രബോസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വിഷ്ണുവിനൊന്നും പറ്റരുത്, ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് ആണിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ എത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്, ഞാൻ ദൈവത്തെ പോലെ അല്ലേ ഭക്ഷണത്തെ കാണുന്നത്, അപ്പോഴേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സംഭവം പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് വിഷ്ണുവിന് എന്തെങ്കിലും പറ്റി ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ വിഷ്ണു ശാലിനി എനിക്ക് ഒരുപോലല്ലേ ഉള്ളൂ, വിഷ്ണു എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ശാലിനി ഇല്ല, അവൾ ജീവിക്കുന്നതന്നെ അവന് വേണ്ടിയിട്ടല്ലേ, വിഷ്ണു ശാലിനി എനിക്ക് ഒരുപോലെ ഉള്ളൂ, വിഷ്ണു എൻ്റെ മോനല്ലേ, ഞാൻ ജീവിക്കുന്നതന്നെ മക്കൾക്ക് വേണ്ടിയാണ്, വിഷ്ണുവിന് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മോള് പിന്നെ ഈ ഭൂമി ജീവിച്ചിരിക്കത്തില്ല, നീ തന്നെ ഉള്ളൂ എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശാന്ത അങ്ങോട്ട് വരുവാണ്. ശാന്ത ചോദിക്കുകയാണ്, എന്താ ശാരദാമ്മ ഇങ്ങനെ? അപ്പോൾ പറയാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ശാന്ത, എൻ്റെ കയ്യിൽ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടാണല്ലോ വിഷ്ണുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാനിവിടെ വെന്തുരുക്കിയാൽ നിൽക്കുന്നത്, എനിക്ക് എത്ര സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, നീ ചെല്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയണം. ശാലിനിയുടെ വായിൽ നിന്ന് ഒരു നല്ല വാർത്ത വരുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോഴേക്കും ഒരു സിസ്റ്റർ ICUവിനകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും ശാലിനി ചോദിക്കുകയാണ്, സിസ്റ്റർ വിഷ്ണുവേട്ടൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയും, ചെറുതായിട്ട് മയക്കം വിട്ടിട്ടുണ്ട്, മേഡത്തെ കാണണമെന്ന് പറയുന്നുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് ശാലിനിയുടെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞിട്ട് ശാലിനി ഓടി ICUവിനകത്തോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോഴേക്കും വിഷ്ണു ഇങ്ങനെ കണ്ണ് തുറന്ന് ശാലിനിയെ നോക്കുകയാണ്. അപ്പം പിന്നീട് അവരുടെ പ്രണയ രംഗങ്ങളൊക്കെ കുറേ കാണിക്കുന്നുണ്ട്. വിഷ്ണു ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും മരണത്തോട് മല്ലിട്ട് ജീവിച്ചതായതുകൊണ്ട് ഒരുപാട്
ശാലിനി ഓടി വിഷ്ണു അടുത്തോട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോഴേക്കും വിഷ്ണു പറയണം, എടോ കണ്ണ് തുറന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ കാണണമെന്ന് തോന്നി, അതിനെ ഞാൻ വിളിപ്പിച്ചതെന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ലേ മരണത്തിന് പോലും എന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന്, തൻ്റെ വാശി കാരണമാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളൊക്കെ കഴിഞ്ഞു പോയത്, ആ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ തൻ്റെ മുഖമായിരുന്നു. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് ദൈവങ്ങൾ വരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഉണ്ടായ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് തന്നെ കാണാൻ പോലും പറ്റത്തില്ലെന്ന്. ശാലിനി പറയാണ്, വിഷ്ണുവേട്ടൻ അങ്ങനൊന്നും പറയല്ലേ, ഒരു മരണത്തിനും എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അതെനിക്കറിയാവട്ടോ, താൻ എനിക്ക് വേണ്ടി ഒരുപാട് ഓടിയില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, അതൊക്കെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയായിരുന്നില്ലേ. അത് നമ്മുടെ അടുത്തുനിന്ന് അത്ര പെട്ടെന്ന് ദൈവത്തിനെ തട്ടിത്തെറിപ്പിക്കാനാവത്തില്ലല്ലോ. അതേ വിഷ്ണുവേട്ടാ, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ നേരിടും. ഒരു ശക്തിക്ക് നമ്മളെ തമ്മിൽ തിരിക്കാനാവുകയില്ല. വിഷ്ണു പറയാണ്, എന്തായാലും നമുക്ക് ചുറ്റും ഒരു വലിയ ചതി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നലെ എനിക്ക് സംഭവിച്ചതെന്ന് പറയണം. മറ്റു ശത്രുക്കളാണ് ഇപ്പം എനിക്കൊന്നും പറ്റാതെ തിരിച്ചു വന്നതിന് കാരണം താനാണ്, അതുകൊണ്ട് ഇനി താൻ സൂക്ഷിക്കണം. നമ്മുടെ ശത്രുക്കൾ തന്നെയായിരിക്കും ഉപദ്രവിക്കാൻ പോകുന്നത്, തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, താൻ സൂക്ഷിക്കണം എന്ന് പറയാം. അപ്പോഴേക്കും ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വരികയാണ്. അതേ പേഷ്യൻറ്റിനെ കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കരുതെന്ന് ശാലിനിയോട് പറയാണ്. അപ്പോൾ ശാലിനി ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഇവിടെ ഒത്തിരി സമയം ഇരിക്കരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സാരമില്ല, ഞാൻ എന്തായാലും പുറത്തിരിക്കാം, പുറത്തിരുന്ന് നമുക്ക് പരസ്പരം പ്രണയിക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും വിഷ്ണു പറയാണ്, അകന്നിരുന്ന് നമ്മളെത്രോളം പ്രണയിച്ചവർ ഈ ലോകത്ത് വേറെ കാണത്തില്ല, അതിന് ഭാഗ്യം കിട്ടിയത് നമുക്കാണെന്നുള്ള രീതിയിലൊക്കെ പറയാണ്. പിന്നെ ഇവർ തമ്മിൽ ഒരു വിഷ്ണുവിൻ്റെ കയ്യെ പിടിച്ച് ശാലിനി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. വിഷ്ണുവിൻ്റെ തലയെല്ലാം തലോടി കൊടുത്ത്, മുഖമെല്ലാം തലോടി, അങ്ങനെ വിഷ്ണുവിനെ ആശ്വസിപ്പിച്ചാണ് ശാലിനി സംസാരിക്കുന്നതെല്ലാം. എന്നിട്ട് പറയാണ്, വിഷ്ണുവേട്ടൻ ഇനി കണ്ണടച്ച് കിടന്നു, ഞാനിവിടെ പുറത്തിരുന്നോളാം എന്ന് പറയണം. അപ്പോഴേക്കും പറയും, കണ്ണടയ്ക്കുമ്പോൾ ചോരയാണ്, ഞാൻ ഛർദ്ദിച്ച ചോരയാണ് എനിക്ക് കണ്ണിലേക്ക് വരുന്നതെന്ന് പറയണം. എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വാക്ക് മതി, അത് ഇവിടെ കിടക്കുന്ന ഓരോ മനുഷ്യർക്കും അതൊരു ശക്തിയാവുകയുള്ളൂ. ഇങ്ങനെ ഒരു പിന്നീട് കാണിക്കാൻ ചന്ദ്രബോസ് ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടർ വിഷ്ണുവിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇപ്പോഴും ഒന്നും ശരിക്കും പറയാനായിട്ടില്ല, ക്രിട്ടിക്കലാണ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ആഹാരത്തിൽ നിന്നുണ്ടായ വിഷമാണെന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും, അങ്ങനെയാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്നത് കളക്ടർ മേഡത്തിൻ്റെ വീട്ടിൽ നിന്നാണ്, അവിടെ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം എങ്ങനെ സംഭവിച്ചെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ ഒരു ചോദ്യമാണ്, അപ്പോൾ അവിടെ വീട്ടിൽ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് വേറെ ആർക്കും കുഴപ്പമില്ല, പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രബോസ് ഒന്ന് ഞെട്ടി നിൽക്കുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ചാനലിനകത്ത് സീ കേരളത്തിൽ തന്നെ കാണണം. നമ്മുടെ സീരിയലിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അടുത്തൊരു ഭാഗമായിട്ട് കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷാമോൻ.